ഷുക്കൂർ, ഇവിടെ 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 ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു, ഇത് ഹിയർസേ പറയുന്നതല്ല, ഇത് വെറുതെ മൊഴി എഴുതി വെക്കുന്നതല്ല, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ജസ്റ്റിസ് ഹേമ പറയുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൂടിച്ചിരുന്ന് പറയുകയാണ്, അയ്യോ സാങ്കേതിക നിയമം പരാതിയില്ല, നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ഇവിടെ നിസ്സഹായത കാണിക്കുകയാണ്. ആരെ പറ്റിക്കാനാണ് ഷുക്കൂർ വക്കീലെ? രണ്ട് കാര്യം പറയൂ. ഒന്ന്, നേരത്തെ മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും അടുത്ത് കിട്ടിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നൽകിയ പരാതി അവർ ഹേമ കമ്മീഷണർ അയച്ചു കൊടുത്തു എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞു, മറ്റേ യൂത്ത് കോൺഗ്രസ് നേതാവും പറഞ്ഞു. അത് പ്രശ്നം പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മൊഴി കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമം നടത്തി. വായിച്ചിട്ടുണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓരോരാളും സ്വയം ലെഫ്റ്റ് ആയി പോവാണ് ഗ്രൂപ്പ്. ഒരാൾ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഏതെങ്കിലും ഇരയാക്കപ്പെട്ട ഒരാൾ പരാതി തന്നാൽ ഗവൺമെന്റ് അവരുടെ കൂടെ നിൽക്കും. അവർക്ക് ആരാണോ പരാതി ചെയ്തത് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖവിലക്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇരയാക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ പരാതി തന്നാൽ വളരെ ഗൗരവത്തിൽ ആ പരാതി എടുക്കും, FIR രജിസ്റ്റർ ചെയ്യും, നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇവിടെ കമ്മീഷൻ റിപ്പോർട്ടിൽ ആവർത്തിച്ച് ജസ്റ്റിസ് ഹേമ പറയുന്നത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ പുറത്ത് മാത്രമാണ് ഇരയാക്കപ്പെട്ടവർക്ക് ഞാൻ മൊഴി നൽകാൻ അവർ തയ്യാറായത്. അവർ പറയുന്ന ഒരു കാര്യം പുറത്തു പോകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. അങ്ങനെ പ്രൈവസി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമക്ക് മുമ്പാകെ ഇരയാക്കപ്പെട്ട കുട്ടികൾ ഹൈക്കോടതി പുറത്തുവിടാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി ആവർത്തിച്ച് പറയുന്നത് രഹസ്യ സ്വഭാവം വ്യക്തികളെ പരാമർശിക്കുന്ന കാര്യം ഇല്ലാതെ പുറത്തുവിടാൻ ഹൈക്കോടതി റൈറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആഷ്മിയുടെ ഒപ്പം തന്നെയാണ്, ആഷ്മിക്കെതിരല്ല. എന്റെ പോയിന്റ്, ഇരയാക്കപ്പെട്ട ഒരാൾ പരാതി കൊടുത്താൽ ആ സ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നയിക്കാൻ നമ്മൾ എല്ലാവരും മുന്നിലുണ്ടാവണം. ഇവിടെ ഇരയാക്കപ്പെട്ട ഒരാൾ പോലും പരാതി നൽകാൻ തയ്യാറാകാതെ എങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ നിസ്സഹായത ചോദ്യം. ഇവിടെ 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 ലൈംഗികമായി മാത്രമല്ല, ആ തൊഴിൽ സ്ഥലത്ത് നിന്ന് മാത്രമല്ല, കുടുംബത്തെ അടക്കം ചിലപ്പോൾ ഉന്മൂലനം ചെയ്ത് കളഞ്ഞേക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു ഗുപ്ത മാഫിയ നിലനിൽക്കുമ്പോൾ വരും പരാതിയുമായി പരാതിക്കാർ. അത് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വരുന്ന പരാതിക്കാരന്റെ പരാതി വരുമ്പോൾ നമുക്ക് കേസെടുക്കാൻ നമുക്ക് കാത്തിരിക്കാം. ശരി, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുന്നത് നമ്മൾ നിയമവാഴ്ച നിലനിൽക്കുന്ന സ്റ്റേറ്റ് അല്ലേ? അതെ നമുക്ക് പറയാൻ കഴിയും സാർ. അതാണെന്നേ സാർ. എന്റെ വക്കീലെ നമ്മൾ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ അടിമുടി കൊടിയ ലൈംഗികാതിക്രമങ്ങളുടെ 233 പേജ് കാണുമ്പോഴും നമ്മൾ നിസ്സഹായത കാണിക്കുകയാണ്. അയ്യോ പരാതി, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരാതി ഇല്ലല്ലോ എന്ന് നമ്മൾ നിസ്സഹായത കാണിക്കുകയാണ്. നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണിത്. നമ്മൾ ചില സംഗതി ടെക്നിക്കൽ വളരെ പ്രധാനപ്പെട്ടാണ്. ശരി, എല്ലാ കാര്യവും ടെക്നിക്കാലിറ്റി ഇല്ലാണ്ട് CRPC പ്രകാരം ഒരു പരാതി വരണ്ടേ, ഒരു കംപ്ലൈന്റ് വരണ്ടേ? ഞാനതാ പറഞ്ഞേ ജസ്റ്റിസ് ഹേമ പോലും ഭയപ്പെടുന്ന ഒരു ഗുപ്ത സംഘം, ഒരു 15 അംഗ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് എല്ലായിടത്തും പിടികൊടുക്കാൻ കഴിയുന്ന ഒരു സംഘം പ്രവർത്തിക്കുമ്പോൾ വരും പാവങ്ങൾ പരാതിയുമായി. അപ്പൊ നമുക്ക് കേസെടുക്കാം. ഒരു ഇടവേള.